മതിൽ ചാടിയതാ ഇയാള്. ശരിക്കും അല്ല, നേരിട്ട് വരാൻ ആർക്കും തടസ്സമില്ലെങ്കിൽ മതിൽ ചാടിക്കേണ്ട കാര്യമില്ലല്ലോ. കണ്ടമാനം മതിലായിരുന്നു. സുരേന്ദ്രന്റെ കല്യാണം മതിൽ അടിച്ചിട്ടാ. കെ സുരേന്ദ്രൻ ആ ആ പ്രണയമാ ആ ഇയാളും അതെ. ഇത് തുടക്കം മുതലേ സുരേന്ദ്രൻ ധാരണ തരുമോ? അല്ല നോക്ക് പി ആർ എങ്ങനെയാ പി ആർ ഇയാള് കടലാ ചാടിയത്. സഭയില്ലാത്തവരെ കുറിച്ച് പറയരുത്. പി ആർ ശരിക്കും പ്രണയമായിരുന്നോ? അല്ല എനിക്ക് കെ സുരേന്ദ്രന്റെ പ്രണയവിവാഹമായിരുന്നു അല്ലേ? സാധാരണ രീതിയിലേ രാഹുൽ നമ്മുടെ ഒരു വി മുരളീധരൻ അല്ലേ, നാട്ടിൽ നിന്നാണ്. വി മുരളീധരൻ പ്രണയമായിരുന്നു. അപ്പൊ എനിക്കൊന്ന് ബി ജെ പിക്കാര് അത്ര പ്രണയ മനസ്സരല്ല എന്ന് പൊതുവെ ആർക്കൊക്കെയോ ചില തെറ്റിദ്ധാരണയുണ്ട്. അത് തെറ്റാണ്. അല്ല, ബി ജെ പിയെ കുറിച്ച് മൊത്തത്തിലുള്ള തെറ്റിദ്ധാരണയാണ്. പ്രണയിക്കുന്ന ആളുകളാണ് അല്ലേ, പ്രണയസങ്കല്പമുള്ള ആൾക്കാരാ അല്ലേ? തീർച്ചയായിട്ടും മനുഷ്യത്വവും പരസ്പര സ്നേഹവും ഒക്കെ ഉള്ള ആളാണല്ലോ. അപ്പൊ ഇന്ന് ഇല്ലാതെ പറ്റില്ലല്ലോ. ഇപ്പൊ പക്ഷേ ഈ ടി വി ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴാണോ ഒരു സുഖം കിട്ടുക, അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം കിട്ടുമ്പോഴാണോ, പഴയ ക്ലാസ് ബോർഡിലെ ചോക്ക് ബോർഡൊക്കെ എഴുതി അല്ലേ A+B² അപ്പോഴാണോ കൂടുതൽ സന്തോഷം കിട്ടുക? ഞാനവിടെ അരുണിനോട് പറയാനുള്ളത്, ഒരു ചെരുപ്പ് കുത്തിയാകുന്നുവെങ്കിൽ ഏറ്റവും മികച്ച ചെരുപ്പ് കുത്തിയാവണം. കറക്റ്റ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, എൻ്റെ ഒരു വിദ്യാർത്ഥി പോലും എന്നെക്കുറിച്ച് ഒരു നെഗറ്റീവ് അഭിപ്രായം പറയില്ല എന്ന് മാത്രമല്ല, ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും അധികം ആസ്വദിച്ചുകൊണ്ട് 30 വർഷക്കാലം ഞാൻ എൻ്റെ വിദ്യാലയത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ഏറ്റവും കൂടുതൽ വോട്ട് മത്സരിച്ചപ്പോൾ എനിക്ക് കിട്ടിയതിൻ്റെ ഒരു പ്രധാന ഘടകം ഞാൻ മത്സരിച്ച സ്കൂൾ ഉൾപ്പെടുന്ന നിയോജക മണ്ഡലത്തിലായിരുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ ആസ്വദിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്.